ഇൽമിനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമായത് അത് തഖ്വയാണ്. ആ തഖ്വനെ അടിസ്ഥാനമാക്കി കൊണ്ടിട്ട് പഠിക്കുമ്പോൾ ആ ഇൽമ് വളരുള്ളൂ, ഇൽമ് വികസിക്കുള്ളൂ, ഇൽമ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ ലഭിക്കപ്പെടുള്ളൂ. അപ്പോൾ പണ്ഡിതന്മാരാവുന്ന നമ്മൾ, മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് ആ വിശുദ്ധമായ ഇർസിനെ ലഭ്യമാക്കണം. അത് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ പറയണത് പോലെ നുബുവത്തിൻ്റെ ബാത്തിന് അത് വിലായത്താണ്, അത് ഇസ്തിഖാമത്താണ്. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കൂല. അതിൻ്റെ ഒരു ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ആ ശൃംഖല അവസാനിപ്പിക്കപ്പെട്ടു. മാത്രമല്ല നുബുവത്ത് അത് അധ്വാനത്തിൽ കൂടി സമ്പാദിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. ഹിബത്തുൻ റബ്ബാനിയത്തുൻ യഹബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി എന്നാണ് നുബുവത്തിനെ പറ്റി മഹാന്മാർ നിർവചനം നൽകിയിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമാവുന്ന ഒരു ബഹുമതിയാണ്. അതിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്, അവർക്ക് അത് നൽകപ്പെടുള്ളൂ. അപ്പോൾ നബിയായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആ വിശുദ്ധമാവുന്ന ആ ബഹുമതി പത്രം നൽകപ്പെടുമ്പോൾ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാവൽ നിർബന്ധമാക്കിയതായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവർ ഉയർന്നതായ കുടുംബത്തിൽ കൂടി വളർന്നു വന്നവരാവണം എന്നുള്ളത്. നമുക്കറിയാലോ, ഹിർക്കൽ ചക്രവർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ അതിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കൈഫ നസബുഹു ഫീക്കും. ആ നുബുവത്തിനെ ദഅവ ചെയ്യുന്ന ആ മനുഷ്യൻ, അയാളുടെ തറവാടിൻ്റെ സ്വഭാവം എന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അപ്പോൾ അബൂ സുഫിയാൻ മറുപടിയും പറഞ്ഞു, ഇന്നഹു ദൂ നസബിൻ ഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ്. അപ്പോൾ ഹിർക്കൽ ചക്രവർത്തി മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളായതുകൊണ്ട് ഹിർക്കൽ ചക്രവർത്തി പറഞ്ഞു, ഫഖദാലിക തുബ്ഹസുൽ അംബിയാ ഫീ നസബി ഖൗമിഹി. അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുക അത് ഉയർന്നതായ സ്വഭാവ ഗുണങ്ങളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉയർന്നതായ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നാലും ആ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിലുണ്ടാവും. അവർ ഇൽമിന് ഏറ്റവും അധികം അർഹരായവരാണ്, അവരാണ് ഇൽമിനെ പഠിക്കേണ്ടവരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചു. ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഹിർക്കൽ ചക്രവർത്തി തന്നെ അതിന് മറുപടിയും പറഞ്ഞു, ഫഖദാലിക തുബ്ഹസുൽ അംബിയാ ഫീ നസബി ഖൗമിഹി. അപ്പോൾ ഉയർന്ന തറവാട് എന്നാണ് ഈ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കന്മാർ അല്ലാഹുവിനെയും, കാരണം അവരിൽ തബഈയായി ഉണ്ടായി തീരേണ്ടതായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഉയർന്ന തറവാട്ടുകാരാവുമ്പോൾ അവരുടെ പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളായി. ആ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ മാത്രമേ വിശുദ്ധമാകുന്നതായ ഇൽമ്, ആ ഇൽമിൻ്റെ വാഹകരാകാൻ അവകാശമുള്ളൂ. അവരിലാണ് ആ വിശുദ്ധമാവുന്ന ഇൽമ് അത് അവതരിക്കപ്പെടാൻ
പറ്റിയതായ ഹൃദയം അവരുടെ ഹൃദയമാണ് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വെല്ലുവിളികൾ, പ്രത്യേകിച്ച് വിശുദ്ധമാവുന്ന ഇസ്ലാം അത് എന്നും വിമർശനങ്ങളെ നേരിട്ടതായ ഒരു ദീനാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാർ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്, വളരെയധികം പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴും നിങ്ങൾ കേൾക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ ആവുന്ന പല മേഖലയിലേക്കായിരിക്കും പല ചോദ്യങ്ങളോ പല വിഷയങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. ഇതൊക്കെ നേരിടുമ്പോൾ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ ഒരു സംഗതി മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഈ വിശുദ്ധമാവുന്നതായ ദീൻ, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അടിസ്ഥാനപരമായി സ്വീകരിച്ചതായ ചില സംഗതികൾ, അതൊന്ന് സിദ്ഖ് സത്യം എന്നുള്ളതാണ്, മറ്റൊന്ന് നീതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിക്ക് അടിസ്ഥാനപരമായി സ്വീകരിച്ചതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളിലുണ്ടാവണം. മഹാന്മാർ പറഞ്ഞതുപോലെ വജദ്നാ ഹാദ ദീൻ മബ്നിയൻ അലാ സലാസത്തി അർക്കാൻ അലൽ ഹഖ് വസ്സിദ്ഖി വൽ അദ്ൽ. ഈ വിശുദ്ധമാവുന്ന ദീൻ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടിസ്ഥാനപരമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഹഖ്, മറ്റൊന്ന് സിദ്ഖ് സത്യം, മറ്റൊന്ന് നീതി. ഈ മൂന്ന് കാര്യങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ അടിസ്ഥാനമായി കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ഇതിലൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഹഖ് എന്ന് പറഞ്ഞതിന് അതിന് ഉൾപ്പെടുത്തിയതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരം കിടക്കില്ല. സിദ്ഖ് ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് നീതി ഉൾക്കൊള്ളുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ സിദ്ഖിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അലൈക ബിസ്സിദ്ഖ്, നീ എപ്പോഴും സത്യത്തിൻ്റെ മേലിലാവണം. കാരണം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന മേഖലയിൽ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ സത്യത്തിൽ നിന്നോ ഒരിക്കലും നമ്മൾ വ്യതിചരിക്കാൻ പാടുള്ളതല്ല.